ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫെസോസ് ലേഖനത്തിന്റെ 3-ാം അധ്യായം 12-ാമത്തെ വചനം. അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട്. ആരിലുള്ള വിശ്വാസം കൊണ്ട്? യേശുക്രിസ്തുവിലുള്ള ദൈവമക്കൾ എന്നുള്ള നിലയിലുള്ള നമ്മുടെ വിശ്വാസം കൊണ്ട്. അതുകൊണ്ട് എന്തൊക്കെ കിട്ടുന്നത്? അതുകൊണ്ട് ആത്മധൈര്യമുണ്ട്. എനിക്ക് ഏത് പ്രശ്നം വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും അതിനെ നേരിടാനുള്ള കരുത്ത് എനിക്കുണ്ടെന്നുള്ള ആത്മവിശ്വാസം, ആത്മധൈര്യം എനിക്കുണ്ട്. പൗലോസ് പറയുന്നത് പോലെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപ്പെടുത്തും? രോഗമോ പട്ടിണിയോ ആപത്തോ നഗ്നതയോ വാളോ എന്നൊക്കെ പറയാൻ മാത്രമുള്ള ഒരാത്മധൈര്യം. ആ ആത്മധൈര്യം നമ്മളെ എന്തിലേക്ക് നയിക്കുന്നുണ്ട്? പ്രത്യാശയിലേക്ക് നയിക്കുന്നുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് യേശുക്രിസ്തുവിൽ യഥാർത്ഥത്തിൽ ആഴമായി വിശ്വസിക്കാൻ സാധിക്കുന്ന വ്യക്തിക്ക് ആത്മധൈര്യമുണ്ട്. ഏത് പ്രതിസന്ധി ഉണ്ടായാലും മനസ്സിൽ നിരാശയുടെ ഇരുളിമ കയറാതെ ഒരു പ്രത്യാശയുടെ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാനായിട്ട് കാരണമാകും. ആ വിശ്വാസം നമ്മൾ ഏറ്റുപറയണം. ആ വിശ്വാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന എങ്ങനെയാണ്? അതാണ് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, യേശു കർത്താവാണ് എന്ന് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ ഗ്രഹിക്കേണ്ടത് എന്താണ്? യേശുവിനെ വിളിക്കണമെങ്കിൽ ആര് വേണം? പരിശുദ്ധാത്മാവ് വേണം. നമുക്ക് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി കണ്ണുകളൊക്കെ നടച്ച് മനസ്സിനെ ഏറ്റവും ഏകാഗ്രമാക്കിയിട്ട് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് നിറയണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞെങ്കിൽ മാത്രമേ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ഈ കാലഘട്ടങ്ങളിൽ ജീവിക്കാൻ എനിക്ക് സാധിക്കത്തുള്ളൂ. ഈ കോവിഡ് അനന്തര കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തെ നിരാശപ്പെടുത്താവുന്ന, ജീവിതത്തിലേക്ക് അന്ധകാരം നിറയ്ക്കാവുന്ന ഒരുപാട് സാഹചര്യങ്ങൾ എനിക്കുണ്ട്, എൻ്റെ കുടുംബത്തിലുണ്ട്. ഓ ദൈവമേ, അവയിലേക്ക് പ്രകാശം നിറയ്ക്കുവാൻ എനിക്ക് സാധിക്കുക യേശുക്രിസ്തുവിലുള്ള ആഴമേറിയ ദൃഢമായ വിശ്വാസം വഴി എന്നിലേക്ക് ലഭിക്കുന്ന പ്രത്യാശ വഴിയാണ്. ഓ പരിശുദ്ധാത്മാവേ, ഈ പ്രത്യാശയിലേക്ക് എന്നെ നയിക്കണമേ. ഹൃദയത്തിൽ ആഴമായിട്ട് പ്രാർത്ഥിച്ച് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തട്ടെ. സകല സങ്കടങ്ങളും മറന്ന്, സകല വേദനകളും അസ്വസ്ഥകളും നിരാശയുടെ അനുഭവങ്ങളും മറന്ന് ദൈവത്തിന് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തി അധരം തുറന്ന് ഹൃദയം തുറന്ന് ജീവിക്കുന്നവനായ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തെ ദൈവമക്കൾ ഒരുമിച്ച് ചേർന്നൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെടാവുന്ന സാഹചര്യങ്ങളിൽ, എൻ്റെ ജീവിതത്തിലേക്ക് പ്രത്യാശ നഷ്ടപ്പെടാവുന്ന സാഹചര്യത്തിൽ അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി എന്നിലേക്ക് അയക്കണമേ. വരണ്ട ഭൂമിയിൽ ജലം, ഉണങ്ങി നിലത്ത് അരുവികൾ ഞാൻ ഒഴുക്കും. നിങ്ങളുടെ സന്തതികൾ എൻ്റെ ആത്മാവ് നിങ്ങളുടെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹം ഞാൻ വർഷിക്കുമെന്ന് 44:3 വചനത്തിന്റെ അഭിഷേകം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളുടെ ജീവിതങ്ങളിലെ വരണ്ട അനുഭവത്തിലേക്ക്, മരുഭൂമി അനുഭവത്തിലേക്ക് നീരുറവ പോലെ നിറയട്ടെ. കർത്താവേ, ഈ കാലഘട്ടങ്ങളിലെ പ്രതിസന്ധികളെ മറികടക്കുന്ന ഉണർവ് തന്നോ എന്നെ ഉണർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമക്കൾ ഉണരട്ടെ. പരിശുദ്ധാത്മാവിന് ജ്ഞാനം നിറയട്ടെ, പരിശുദ്ധാത്മാവിന് ശക്തി നിറയട്ടെ. ഒരു പുതിയ ബന്ധക്കുത്ത യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. കൈകൾ താഴ്ത്തി, കൈകൾ കൊട്ടി ചേർന്ന് പാടി തുറക്കപ്പെടുന്ന സമയങ്ങളാണ്. അത്ഭുത വിടുതലുകൾ സംഭവിക്കുന്ന സമയമാണ്. അത്ഭുത
ദൈവവചനത്തിന് വേണ്ടി ഹൃദയം തുറക്കപ്പെടുന്ന സമയമാണ്. ഒരു പുതിയ പരിവേഷം നിറയുന്ന സമയമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി അധരം തുറന്ന് ഹൃദയം തുറന്ന് തീക്ഷ്ണതയോടെ ശക്തിയോടെ ദൈവമക്കളായി അവബോധത്തോടെ അവകാശത്തോടെ ആരാധിച്ച് ദാനമായി നൽകിയ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കട്ടെ. ഹൃദയം ഒരുങ്ങപ്പെടുത്ത്. വചനം സ്വീകരിക്കാൻ ഹൃദയം ഒരുങ്ങപ്പെടുത്ത്. ആരാധന, ആരാധന, ആരാധന. പ്രതിസന്ധികളെ മറികടക്കുന്ന വിശ്വാസത്തിന്റെ ധീരത നിറയട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കവായ അമ്മയ്ക്കും മക്കൾക്ക് ലഭിച്ച വിശ്വാസത്തിന്റെ ദൃഢതയും ധീരതയും ലഭിക്കട്ടെ. ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയഭാഗത്തോട് ചേർത്ത് വെച്ച് ഉണർത്തണമേ, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, എൻ്റെ ഉള്ളിൽ ജ്വലിച്ച് എന്നെ ഉണർത്തണമേ. അമ്മാവാ, എന്നെ ഉണർത്തണമേ, ഹൃദയത്തിൽ നന്നായി ആഗ്രഹിച്ച് ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, അമ്മാവാ, എന്നെ ഉണർത്തണമേ. നസ്രത്തിലെ നിശബ്ദതയിൽ ദൈവസ്വരം ശ്രവിച്ചപ്പോൾ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ, ഈ ലോകത്തിലേക്ക് രക്ഷകനെ നൽകാൻ മാത്രം ഉണർന്ന അമ്മേ, ആത്മാവിൽ നിറഞ്ഞപ്പോൾ ഇളയമയുടെ പക്കലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട അമ്മേ, എൻ്റെ ജീവിതത്തിൽ ഒരു ഉണർവിൻ്റെ ചൈതന്യം നിറയാൻ, ദൈവിക ശക്തി നിറയാൻ, മാനുഷിക ചിന്തകളെ മറികടക്കുന്ന ദൈവിക ചിന്തയാൽ, ദൈവിക ജ്ഞാനത്താൽ ഞാൻ പൂരിതമാകാൻ അമ്മേ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിരിക്കാം. കുറച്ച് വർഷം മുമ്പ് എനിക്ക് സുപരിചിതനായ ചെറുപ്പക്കാരനായ ഒരു കുടുംബനാഥൻ എൻ്റെ അടുക്കൽ വന്ന് സംസാരിച്ച ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ പറഞ്ഞ, അച്ഛൻ അറിയാലോ, എനിക്കിപ്പോൾ 2 പെൺകുഞ്ഞുങ്ങൾ ഉണ്ട്. ഇപ്പോൾ 3ാമത് ഭാര്യ ഗർഭിണിയായിരിക്കുകയാണ്. എനിക്കാണ് വല്ലാത്ത ആഗ്രഹം, ഒരാൺകൊച്ചിനെ വേണമെന്നായിരുന്നു. ആദ്യത്തെ കൊച്ചു പെണ്ണായി, 2ാമത്തെ കൊച്ചും പെണ്ണായി. ഇനി ഞങ്ങൾ 3ാമത്തേത് ഒരാൺകുഞ്ഞ് ലഭിക്കാനായിട്ട് ചികിത്സയൊക്കെ ഇങ്ങനെ ആരംഭിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് അച്ഛാ, ഇതും കൂടെ പെണ്ണായാൽ എനിക്കൊരിക്കലും സ്വീകരിക്കാൻ പറ്റത്തില്ല. 3ാമത് അവൾ ഗർഭിണിയായിരിക്കുന്നത് ഞങ്ങൾ ഒരുങ്ങിയിട്ടല്ല അച്ഛാ, ഞങ്ങളിപ്പോൾ ആഗ്രഹിച്ചിട്ടുമില്ല, അങ്ങനെയൊക്കെ പറ്റിപ്പോയി. അതുകൊണ്ട് ഞാൻ ഈ കൊച്ചിനെ അബോർഷൻ നടത്തി ഇല്ലാതാക്കി കളയാൻ അച്ഛാ ആഗ്രഹം. പക്ഷെ എന്നാലും എനിക്ക് എന്തോ ഒരു ടെൻഷൻ. അപ്പോൾ ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇതാണ് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ വന്നിരിക്കുന്നതിന് കാരണം. അപ്പം ഞാൻ പറഞ്ഞു, എടാ, നീ പറയുന്നു നീയോ ഭാര്യയോ ഒരുങ്ങാതെ അല്ലെങ്കിൽ ആഗ്രഹിക്കാതെ ഇപ്പോൾ കിട്ടിയ കൊച്ചാണ്. അപ്പോൾ നോക്കിക്കേ, നിങ്ങൾ ആഗ്രഹിച്ചും ഒരുങ്ങിയല്ല ആ കുഞ്ഞുണ്ടായത് എന്നുള്ള സത്യമാണ്. അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെ ആ കുഞ്ഞ് രൂപപ്പെട്ടു? അങ്ങനെയാണെങ്കിൽ അതിലൊരു ദൈവിക പദ്ധതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത് നീ ആ ദൈവിക പദ്ധതികളോട് സഹകരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഈ ലോകത്തിൽ ഒരു കുഞ്ഞിനെ കിട്ടാതെ, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഒരു കുഞ്ഞിനെ കിട്ടാതെ കരഞ്ഞ് നിലവിളിച്ച് നടക്കുന്ന എത്രയോ ദമ്പതികളുണ്ട്. എത്രയോ പേരെ നീ കണ്ടിട്ടുണ്ട്, എത്രയോ പേരെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കുഞ്ഞിനെ ദൈവം ദാനമായിട്ട് നൽകിയിട്ട് അതിനെ നിഷേധിച്ച് കളഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് സംഭവിക്കാവുന്ന അപകടം നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് കിടന്ന. അതുകൊണ്ട് നീ ഇപ്പം ചിന്തിക്കുന്നതായ
ഒരു കാര്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നിനക്കൊരു മാനുഷിക ചിന്തയാണ്. മാനുഷിക ചിന്ത എന്ന് പറയുന്നത് ദൈവത്തിന് യോജിച്ച ചിന്തയല്ല. അപ്പം അതുകൊണ്ട് ആ ഒരു ചിന്തയിൽ നിന്ന് നീ പിന്തിരിയണം. ഒരു ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് തിരിച്ചറിയണം ഇത് കൊലപാതകമാണ്. അതേത് തലത്തിലായാലും കൊലപാതകമാണ്. അതുകൊണ്ട് നീ ഒരു കൊലപാതകം ചെയ്ത് നിൻ്റെ ജീവിതത്തെ പാപമംഗലമാക്കി അടുത്ത ഒരു കുഞ്ഞിന് നിൻ്റെ മാനുഷിക ചിന്താപ്രകാരം ജന്മം നൽകിയാൽ അതൊരു അനുഗ്രഹമാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഒരു കുഞ്ഞ് അതുപോലെ തന്നെ രൂപപ്പെടണമെന്നുണ്ടോ? ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്കോ മറ്റ് കണ്ടുപിടുത്തങ്ങൾക്കോ അസാധ്യമായ കാര്യങ്ങൾ സാധ്യതമാകുന്ന ഒരേ ഒരിടമുള്ളൂ, അത് ദൈവത്തിൻ്റെ സന്നിധിയാണ്. അങ്ങനെയെങ്കിൽ നീ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ആ കുഞ്ഞിനെ നിൻ്റേതായിട്ട് സ്വീകരിക്കണം. പ്രിയപ്പെട്ടവരെ, എന്തായാലും മണിക്കൂറുകൾ എടുത്ത് ഞാൻ ഈ ചെറുപ്പക്കാരനോട് സംസാരിക്കാനായിട്ട് ഇടവന്നു. പരിശുദ്ധാത്മാവിലൂടെ ദൈവം എളിയവനായ എന്നിലൂടെ ആ ചെറുപ്പക്കാരനോട് സംസാരിച്ചു. അവനോട് ഞാൻ പറഞ്ഞു, നിൻ്റെ കുഞ്ഞ് ഒരനുഗ്രഹമായിരിക്കും. എന്തായാലും ദൈവത്തിൻ്റെ കൃപയാൽ അവൻ ആഗ്രഹിച്ചതുപോലെ ഒരാൺകുഞ്ഞാണ് അവന് ജനിച്ചത്. സ്നേഹത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഒരു ആൺകുഞ്ഞ് പെൺകുഞ്ഞ് രൂപപ്പെട്ടതിലുള്ള ദൈവാനുഗ്രഹത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു വെക്കുക, മറിച്ച് ആ ചെറുപ്പക്കാരൻ എടുത്ത ഒരു തീരുമാനത്തിലുള്ള ദൈവാനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. അതായത് എന്താണ് അവൻ്റെ ചിന്താഗതിയിലുള്ളത്? ശരിയാണ്, അവൻ്റെ ചിന്താഗതിയിൽ അവൻ പറയുമ്പോൾ 2 കുഞ്ഞുങ്ങൾ ഓൾറെഡി പെൺകുഞ്ഞുങ്ങളായി. അപ്പോൾ അവൻ്റെ മനസ്സിൽ ഒറ്റ ആഗ്രഹമുള്ളൂ, ഒരാൺകുഞ്ഞ് വേണം, ഒരാൺകുഞ്ഞ് വേണം. അതിന് ചികിത്സക തുടങ്ങിയിട്ടേ ഉള്ളൂ. അവരുടെ ജീവിതത്തിൽ വേണ്ടത്ര ഒരുക്കമില്ലാതെ, അവർ മനസ്സുകൊണ്ട് ഒരുങ്ങി ആഗ്രഹിക്കാതെ ഒരു കുഞ്ഞ് ഉളവാവുക. മാനുഷികമായിട്ട് പറയുമ്പോൾ നമുക്ക് അതിപ്പോൾ വേണ്ട, അത്ര പെട്ടെന്ന് അടുത്ത് കൊച്ചു വേണ്ട, ഇങ്ങനെയൊക്കെ തോന്നാം. ഇതുപോലെ ബന്ധപ്പെട്ടുമൊക്കെ എത്രയോ ദമ്പതികൾ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ ഉള്ളിൽ വെച്ച് നശിപ്പിക്കുന്നതായ അവസ്ഥകളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. തികച്ചും മാനുഷികമായ ചില ബലഹീന ചിന്തകൾക്ക് അടിപ്പെട്ടു പോയി ദൈവികതയെ നശിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനത്തിൽ ഈശോ പത്രോസിനോട് കർശനമായി പറയുന്ന വാക്കുകളാണ് നമ്മൾ കണ്ടെത്തുക. നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. സാത്താനെ എന്ന് കൂട്ടി വിളിച്ചാണ് പറയുക, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോ കാലയളവുകളിലും ഓരോ അവസ്ഥകളിലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചില ചിന്തകൾ കടന്നു വരാറുണ്ട്. എന്ത്? അതായത് ദൈവികമാണോ മാനുഷികമാണോ എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിവേചിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിലുള്ള ചില ചിന്താഗതികൾ. ഇവിടെ നോക്കിക്കേ, ഏത് സാഹചര്യത്തിലാണ് പത്രോസ് ഇത് പറയുന്നത്? ഈശോ പറയാണ്, മനുഷ്യപുത്രൻ ഇതാ ശത്രുക്കളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അവർ അവനെ വിചാരണ ചെയ്യും, അവനെ ഏൽപ്പിച്ചു കൊടുക്കപ്പെടും. എല്ലാ പീഡാസഹനങ്ങൾക്കും കുരിശുമരണത്തിനും അവൻ വിധേയമാകും. 3-ാം നാൾ അവൻ ഉദ്ധാനം ചെയ്യും. ഈശോ ഇങ്ങനെ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനം നടത്തുക. പീഡാസഹന കുരിശുമരണ അനുഭവങ്ങളെക്കുറിച്ചുള്ളതായ വിവരണം കർത്താവ് ഇങ്ങനെ മുൻകൂട്ടി കൊടുക്കുക. ആ സമയത്ത് പത്രോസിന് സഹിക്കാൻ പറ്റുന്നുണ്ടോ? പത്രോസ് ഇങ്ങനെ ചങ്കോട് ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ് ഇപ്പം ജെറുസലമിലേക്ക് പോയി പീഡയേറ്റ് മരിക്കുക എന്ന് പറഞ്ഞാൽ പത്രോസിന് സഹിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് പത്രോസ് എന്ത് ചെയ്തു? മുമ്പിൽ കയറി തടസ്സം പറഞ്ഞു, കർത്താവേ, നിനക്കിതൊന്നും ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ, ദൈവം ഇതിനൊന്നും നിന്നെ അനുവദിക്കാതിരിക്കട്ടെ. കണ്ടോ എത്ര സ്നേഹ പത്രോസിന്. പക്ഷേ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ വിളിക്കുന്നൊരു വാക്കുണ്ട്, സാത്താനെ. നോക്കിക്കേ, ഇത്രയും സ്നേഹമുള്ള ഇത്രയും കരുതലുള്ള പത്രോസിനെ കർത്താവ് വിളിക്കുന്ന വാക്കാണെന്ത്? സാത്താനെ, നീ ദൂരെ പോ. നിന്റെ ചിന്ത ദൈവികമല്ല, പിന്നെന്താണ്? മാനുഷികമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും പല ചിന്തകളും ഇതുപോലെ നമ്മുടെ യഥാർത്ഥ ദൈവിക ചിന്തയെ മറച്ചു പിടിച്ചുകൊണ്ട് ബുദ്ധിപരമായ ചിന്തയായിട്ട് മാനുഷിക ചിന്തയായിട്ട് കടന്നു വരും. ആദ്യ മാതാപിതാക്കളുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്താണ് പിശാച് വന്ന് ഈ ഹവ്വാമ്മയോട് പറയുന്നത്? ഏതെങ്കിലും പഴം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? എല്ലാ പഴം തിന്നാം, എന്നാലും ആ തോട്ടത്തിലെ ഒരു മരത്തിൻ്റെ ഒരു പഴം മാത്രമേ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതേതാ മരം? ഇങ്ങനെ നോക്കിക്കേ, എത്ര സുന്ദരമായിട്ടാണ് പിശാച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു വരിക. എന്നിട്ട് പറയാ, അത് തിന്നാൽ എന്താ സംഭവിക്കുക എന്നറിയാവോ? എന്താ സംഭവിക്കുക? നീ ദൈവത്തെ പോലെ ആകും, നിന്റെ കണ്ണ് തുറക്കപ്പെടും. നോക്കിക്കേ, മോശമുള്ള കാര്യമാണത്.
നീ ദൈവത്തെ പോലെ ആകാൻ, നിന്റെ കണ്ണ് തുറക്കപ്പെടാൻ നിനക്ക് സാധിക്കുന്ന ഒരു നന്മ നിനക്ക് സംഭവിക്കണമെങ്കിൽ ഈ പഴം കഴിക്കണം. അവിടെ ഹവ്വാമ്മ ഈ ദൈവം പറഞ്ഞിട്ടുള്ള കൽപ്പനയുടെ യഥാർത്ഥ ചൈതന്യത്തെ മറന്നുപോയി. മറിച്ച് മാനുഷികമായ ഒരു പ്രലോഭനം വന്നപ്പോൾ അതിനടിമപ്പെട്ടു പോയി. നോക്കിക്കേ, നഷ്ടപ്പെട്ടത് ദൈവത്തിൻ്റെ സാന്നിധ്യമായ പറുദീസ. വീണ്ടും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ദൈവം ഇസ്രായേലിന് നൽകിയ ആദ്യ രാജാവ് ഉണ്ടാരാണത്? സാവൂൾ അല്ലേ? കിഷിന്റെ മകൻ സാവൂളിനെ ദൈവജനത്തിൻ്റെ നിലവിളിക്ക് മറുപടിയായിട്ട് ദൈവം കൊടുത്തിരിക്കുക. അവൻ അങ്ങനെ രാജാവായി വാണ് ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ഓരോ ജനതകളെ കീഴടക്കി അങ്ങനെ വിജയം വെച്ച് നിൽക്കുന്ന സമൃദ്ധിയുടെ നേട്ടത്തിൻ്റെ കാലഘട്ടങ്ങളിലാണ് ഒരു തവണ ഇങ്ങനെ ബലിയർപ്പിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. ആര് വരാൻ വേണ്ടിയിട്ട്? ദൈവപുരുഷനായ സാമൂൽ വരാൻ വേണ്ടിയിട്ട്. കുറേ നേരമായപ്പോൾ ഈ സാവൂളും അടുത്തു. എത്ര നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് ഇല്ലേ? കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സാവൂൾ ഒരു തീരുമാനം എടുത്തു, ഇനിയിപ്പോൾ സാമൂലിനെ നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? സാവൂൾ തന്നെ ബലിയർപ്പണം നടത്തി. അതുമാത്രമല്ല, ദൈവം പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, നീ കീഴടക്കുന്ന ഒരു രാജ്യത്തിൽ നിന്നും നീ ഒന്നും സ്വന്തമാക്കരുത്. പക്ഷെ സാവൂൾ എന്ത് ചെയ്തു? സാവൂള് ആ ദൈവകൽപ്പനയെ അവൻ്റെ ബുദ്ധിപരമായ ചിന്തകൾ കൊണ്ട് അതിനെ അല്പം കൂടെ ന്യായവൽക്കരിച്ച് എന്നിട്ട് ചിന്തിക്കുകയാണ്, എനിക്ക് വേണ്ട, പക്ഷെ എന്ത് ചെയ്യാം, ദൈവത്തിന് ബലിയർപ്പിക്കാൻ വേണ്ടി നല്ലതല്ലേ? നോക്കിക്കേ, മാനുഷിക ചിന്ത ദൈവികപരമായ കാര്യങ്ങളിൽ കടന്നു വരുന്ന ഇങ്ങനെ. അപ്പൊ സാവൂൾ ചിന്തിക്കുകയാണ്, ദൈവത്തിന് ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നല്ലതല്ലേ? ഈ കാളകളും ആടുകളും സ്വർണവും വെള്ളിയും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും ഒക്കെ ദൈവത്തിന് കാഴ്ചവെച്ചാൽ അത് ദൈവത്തിന് സ്വീകാര്യമല്ലേ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവികമായ കൽപ്പനകളെ മറികടക്കാൻ നമ്മൾ കണ്ടെത്തുന്ന മാനുഷികവും ബുദ്ധിപരവുമായ എല്ലാ ചിന്താഗതികളും തീരുമാനങ്ങളും മാനുഷികവും മറ്റൊരു വാക്കിൽ പൈശാചികവുമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടാണ് നമ്മുടെ ബുദ്ധിപരമായ ചിന്തകൾ കൊണ്ട് ദൈവികമായ ചൈതന്യം ഇല്ലാതാകുന്ന ഒരനുഭവത്തിലേക്ക് നമ്മൾ അധപ്പതിക്കുന്നത്. യോഹന്നാനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. യോഹന്നാൻ കർത്താവിനോട് എന്ത് സ്നേഹമുള്ള ആളാണ്. ഈശോ സ്നേഹിക്കുന്ന ഒരു ശിഷ്യനെന്ന് സ്വയം വിശേഷിപ്പിച്ച ആളായിരുന്നു യോഹന്നാൻ. യോഹന്നാൻ ഇങ്ങനെ ചങ്ക് പറിച്ച് കർത്താവിന് കൊടുക്കാനായിട്ട് മനസ്സുള്ള ഒരാളാണ്. അങ്ങനെ കർത്താവിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്ന ഒരു സമയത്താണ് ഇത് ഒരുത്തൻ കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ കർത്താവിൻ്റെ കൂടെ പിൻചെല്ലുന്നുമില്ല. യോഹന്നാൻ സഹിച്ചോ? യോഹന്നാൻ പറഞ്ഞു, മേലാൽ ഈ പണിക്ക് നിന്നേക്കരുത്. യോഹന്നാൻ അവനെ തടഞ്ഞു. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് സമരിയായിലൂടെ യേശുവും യോഹന്നാനും മറ്റ് ശിഷ്യന്മാരും ഒക്കെ കടന്നു പോകുമ്പോൾ അവരൊരു സ്വീകരണം കൊടുക്കാതെ, കർത്താവിന് ഒരു മൈൻഡും ചെയ്യാതെ വിട്ടുപോവുക. യോഹന്നാൻ സഹിച്ചില്ല. യോഹന്നാൻ പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് ഇഴുത്തിയിറങ്ങി ഇവന്മാരെയൊക്കെ ഇല്ലായ്മ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഓക്കെ, അത് കർത്താവിനോടുള്ള സ്നേഹമില്ലായ്മയാണോ? അല്ല, മറിച്ച് എന്താണ്? കർത്താവിനോടുള്ള അത്യഗാധമായ സ്നേഹം, കർത്താവിനെ അനുഗമിക്കാത്തതിൽ, കർത്താവിൻ്റെ കൂടെ നിൽക്കാത്തതിലുള്ള ഒരു രോക്ഷം, അത്രയല്ലേ ഉള്ളത്. പക്ഷേ യോഹന്നാനെയും യാക്കോബിനെയൊക്കെ കർത്താവ് ശാസിക്കുന്നതാണ് നമ്മൾ കാണുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ ദൈവികമായൊരു കാര്യത്തെയും മാനുഷികമായ തലത്തെയും ശരിക്കും നമ്മൾ വിവേചിച്ചറിയേണ്ടതുണ്ട്. ഈ ഒരു ജ്ഞാനം പരിശുദ്ധാത്മാവരുടെ സാധ്യതമാകുന്ന ഒന്നാണ്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് ദൈവമക്കൾക്ക് നഷ്ടമാകുന്ന ഒരു കാര്യം ഇതാണ്. പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം അതിന് 4-5 വചനങ്ങളിൽ ഇങ്ങനെ എഴുതി വെക്കുകയാണ്, എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകുന്നതിനായിരുന്നു അത്. പൗലോസ് പറയാണ്, എൻ്റെ വചനം പ്രസംഗം ഒരു മാനുഷികമായ ചിന്താഗതിയിൽ നിന്ന് വന്നതല്ല, മറിച്ച് ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് നിങ്ങളിൽ മാനുഷികവും ഭൗതികവുമായ ചിന്താഗതികൾക്കപ്പുറത്തേക്ക് കടന്ന് ദൈവശക്തി വെളിപ്പെട്ട് കിട്ടാനാ. പ്രിയപ്പെട്ടവരെ, ഭൗതികമായ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന ലോകത്തിൻ്റെ മക്കള്, ഈ യുഗത്തിൻ്റെ മക്കൾ ഈ കാലഘട്ടങ്ങളിലുണ്ട്.
ആ കാര്യത്തെ പിൻചെല്ലാനായിട്ടും അതിനെ അനുഗമിക്കാനായിട്ടും അതിനെ ശ്രേഷ്ഠമായിട്ട് കരുതാനുമുള്ള ഒരു ചിന്താഗതി ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് യുവാക്കളിലും മറ്റുള്ളവരിലും ഒക്കെ വളർന്നു വരുന്ന കാലമാണ്. വിമർശന ചിന്താഗതികളോടുകൂടെ സഭയും പൗരോഹിത്യത്തെയും ദൈവീയ കാര്യങ്ങളെയും ഒക്കെ നിഷേധിച്ച് ജീവിക്കുന്ന ഒട്ടനവധി മക്കളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ അവർ പറയുന്ന വാക്കുകൾ, അവരുടെ വിമർശന ശരങ്ങൾ, അതിനാൽ സ്വാധീനിക്കപ്പെട്ട് ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് മക്കൾ ചിന്തിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല, ഇത് നല്ലതല്ലേ, നമ്മൾ നന്മയൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിച്ചാൽ പോരെ, ദൈവഭക്തിയുടെ ആവശ്യമുണ്ടോ, പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? മാനുഷിക തലത്തിൽ ശരിയാ, എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിനപ്പുറത്തേക്ക് ഒരു ദൈവികത നമുക്കുണ്ട്, മറന്നുപോകരുത് ഇതിനെക്കുറിച്ച്. ദൈവത്തിൻ്റെ വചനത്തിൽ വെള്ളം ചേർക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ ജ്ഞാനം സകലതിനെ മറികടക്കുന്ന ഒന്നാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവിക ജ്ഞാനത്തിൻ്റെ നിറവ് അനിവാര്യം. ഈ ലോകത്തിൻ്റെ വിജ്ഞാനം നിൻ്റെ ജീവിതത്തിലേക്ക് ലഭിക്കുമ്പോൾ മകനെ മകളെ, അത് യഥാർത്ഥ ദൈവവിശ്വാസത്തെ ഭോഷത്വമായിട്ട് കരുതത്തുള്ളൂ. പൗലോസ് സാവൂളായിരുന്ന കാലഘട്ടങ്ങളിൽ പൗലോസിനെ നയിച്ചത് മാനുഷിക ചിന്തയാണ്. അതാണ് പൗലോസിലേക്ക് ഓർമ്മിപ്പിക്കുക. കൊരിന്ത്യർ 2 ലേഖനത്തിൻ്റെ 5:16, ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷിക കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല, ഒരിക്കൽ ഞങ്ങൾ മാനുഷിക കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നുവെങ്കിലും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യല. കണ്ടോ, ഒരിക്കൽ ഞങ്ങൾ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്ന എങ്ങനെയാണ്? മാനുഷിക കാഴ്ചപ്പാടിൽ. അതുകൊണ്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുക, അതൊരു ആഹ്ലാദം കണ്ടെത്തുക, അത് വലിയ അഭിമാനവും വിജയമായിട്ട് കാണുക. ഈ കാലഘട്ടങ്ങളിലും സഭയെ പീഡിപ്പിക്കുന്ന ദൈവമക്കള്, പൗരോഹിത്യത്തിനും സന്യസ്ത ജീവിതത്തിനുമെതിരെ വിമർശന ശരങ്ങൾ ചെയ്യുന്ന മക്കള്, യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നം ഇത്രേ ഉള്ളൂ, മാനുഷികമായ ചിന്തകൾ കൊണ്ട് അവരുടെ മനസ്സ് അന്ധകാരാവൃതമായിരിക്കുകയാണ്. അവരെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ കുറ്റം വിധിച്ചിട്ട് പ്രയോജനമില്ല. വളഞ്ഞ കാലുള്ളവൻ എപ്പോഴും ഒക്കെ നടക്കുള്ളൂ. അവനെ പറഞ്ഞിട്ട് പ്രയോജനമുണ്ടോ? അവനെ തല്ലിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഈ ഒരു ജ്ഞാനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകേണ്ടതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ കൃപയുടേതാക്കി മാറ്റാൻ മാനുഷിക ചിന്തകളെ മറികടക്കുന്ന ദൈവിക ജ്ഞാനം കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിറയാൻ നമുക്ക് ആഗ്രഹിക്കണം. ഈ 50 നോമ്പ് ആചരണത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ മാനുഷിക ചിന്താഗതികളെ മറികടക്കുന്ന യഥാർത്ഥ ദൈവിക ജ്ഞാനം ആത്മാവിലൂടെ എനിക്ക് നൽകണമേ. അതുവഴി എൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമായിട്ട് മാറട്ടെ. എൻ്റെ ജീവിതത്തിൽ ദൈവികമായ കാഴ്ചപ്പാടോടുകൂടെ മുൻപോട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു ശക്തിയും ബലവും കിട്ടട്ടെ. പരാജയങ്ങളും പ്രതിസന്ധികളും കടബാധ്യതകളും ഒന്നിനൊന്നിന് തടസ്സങ്ങളും എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ഉളവാകുമ്പോൾ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് വിശ്വസിക്കാൻ എനിക്ക് സാധിക്കുക മാനുഷിക ചിന്തകൾക്ക് അപ്പുറത്തേക്ക് കിടക്കുന്ന ദൈവിക ജ്ഞാനത്തിലാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ യൗസേപ്പ് പിതാവിൻ്റെ വർഷം പ്രഖ്യാപിച്ച് പുറത്തിറക്കിയിരിക്കുന്ന പിതൃ ഹൃദയത്തോടെ എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ്. ചില നേരങ്ങളിൽ ദൈവം നമ്മുടെ സഹായത്തിനെത്തുന്നില്ല എന്ന് നമുക്ക് തോന്നിയേക്കാം, എന്നാൽ ദൈവം നമ്മെ ഉപേക്ഷിച്ചു എന്നർത്ഥമില്ല. പകരം ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിച്ച് സർഗാത്മകമായ ഒരു പരിഹാരം നാം കണ്ടെത്താനാണ് അവിടുന്ന് ആവശ്യപ്പെടുന്നത്. വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പ്രതിപാദിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് പറയുന്ന കാര്യമായത്. പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് പിതാവ് ഇങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടി നീങ്ങി. മാനുഷികമായ ചിന്താഗതി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാവ് സ്വപ്നത്തിൽ ദൈവദൂതനിലൂടെ സംസാരിച്ചു. നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഒരു ദൈവിക വെളിച്ചം കൂടുതൽ ശക്തിയും ബലവുമായി മാറട്ടെ. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് ചോദിച്ച് പ്രാർത്ഥിക്കാം. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഏറ്റവും തീക്ഷ്ണതയോടെ ദൈവത്തിൻ്റെ ശക്തിയാൽ പൂരിതരാകാനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും നമുക്ക് പ്രാപിക്കാം. സ്വർഗത്തിൻ്റെ പ്രാഭവത്തോടെ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ സ്നേഹത്തോടെ ആരാധിക്കാം. ഹൃദയങ്ങൾ ചേർത്ത് വെച്ച് അവിടുത്തെ മഹത്വപ്പെടുത്താം. വിളക്കിൻ നടുവിൽ ശോഭ പൂർണ്ണനാ ദൈവമേ, മാറത്തു പൊൻകച്ചണിഞ്ഞും കാണു യേശുവേ ആദിനും അന്ത്യനും
ആരാധ്യമായ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധിക്കാം വിശുദ്ധ ഗണങ്ങളോട് ചേർന്ന്, സ്വർഗീയ സമൂഹങ്ങളോട് ചേർന്ന് ആരാധിക്കാം. കൈകൾ കൂപ്പി സ്നേഹത്തോടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രലോഭനങ്ങൾ പല വിധത്തിലാണ് ദൈവമേ. ദൈവികമാണെന്ന് ഞാൻ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ പോലും മാനുഷികമാണെന്ന്, ദൈവികതയ്ക്ക് എതിരാണെന്ന് ഞാൻ അറിയാതെ പോകുന്നുണ്ട്. ഓ കർത്താവേ, ദൈവിക ചൈതന്യത്തിൻ്റെ യഥാർത്ഥ രൂപിയെ എൻ്റെ ജീവിതത്തിലേക്ക് അവിടെ നൽകണമേ. പത്രോസിനോട് പറഞ്ഞു, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. ഓ ദൈവമേ, ദൈവികമായവയും മാനുഷികമായവയും ശുദ്ധവും അശുദ്ധവും തമ്മിൽ തിരിച്ചറിയാൻ എനിക്ക് കൃപ തരണമേ. എൻ്റെ ജീവിതത്തെ ദൈവിക ചൈതന്യത്താൽ അവിടെ നിന്ന് നിറയ്ക്കണമേ. അങ്ങയോട് ഐക്യപ്പെട്ട് ജീവിച്ച് ഈ ലോക ജീവിതത്തിൽ അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിച്ച് സ്വർഗത്തെ സ്വന്തമാക്കാൻ എനിക്ക് കൃപ തരണമേ. ദിവ്യകാരുണ്യമായി കൂടെ വസിക്കുന്ന കർത്താവേ, എൻ്റെ ജീവിതത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ ഞാൻ പോലും അറിയാതെ എന്നെ വശീകരിക്കുമ്പോൾ അവിടുത്തെ ആത്മാവിൻ്റെ പ്രകാശത്താൽ എന്നെ അവിടുന്ന് നിറച്ച് എൻ്റെ ജീവിതത്തെ നന്മയിലൂടെ മാത്രം അവിടെ നയിക്കുവാൻ കരുണയുണ്ടാകണമേ കർത്താവേ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ്. മകനെ, മകളെ, നിൻ്റെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് യഥാർത്ഥ ദൈവിക മനുഷ്യനായി ജീവിക്കാനായിട്ടുള്ള കൃപയും ശക്തിയും കർത്താവ് പ്രദാനം ചെയ്യുന്ന ആരാധനയുടെ ആശീർവാദ സമയമാണിത്. ഇരുകരങ്ങൾ ഒരിക്കൽ കൂടെ സ്വർഗത്തിലേക്ക് ഉയർത്തി ജീവിക്കുന്നവനായ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഈശോ നമ്മളെ ആശീർവദിക്കുന്നത്. വിശ്വാസത്തോടെ എല്ലാവരും സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, ഈശോയെ ആരാധിക്കുന്നു. ദൈവമേ, നിനക്ക് മഹത്വം നൽകുന്നു. ഓരോ മക്കളിലേക്കും ഇപ്പോൾ യഥാർത്ഥ ദൈവിക ചൈതന്യം നിറയട്ടെ. ദൈവിക കാര്യങ്ങളെ, മാനുഷിക കാര്യങ്ങളെ വിവേചിച്ചറിയാനുള്ള അഭിഷേകം വ്യാപരിക്കട്ടെ. നന്മ തിന്മകളെ വിവേചിച്ചറിയാനുള്ള അഭിഷേകം വ്യാപരിക്കട്ടെ. ആരാധന, 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 ആരാധന. ലോകം മോഹങ്ങൾ ഉപേക്ഷിക്കാനായിട്ടുള്ള വലിയ ചൈതന്യം നിറയട്ടെ. ലോകത്തിൻ്റെ അരൂപിയുടെ ബന്ധനക്കെട്ടുകൾ കുടുംബങ്ങളിലുള്ളത് വിട്ടുമാറിപ്പോകട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ കൂപ്പി ദിവ്യകാരുണ്യ